ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ക്വിസാണ്. അപ്പോൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഓരോ വീഡിയോസും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. നമുക്ക് സമയം കളയേണ്ട ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡൻ്റായ വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡൻ്റായ വ്യക്തി ആരാണ്? ഉത്തരം വരുന്നത് സോണിയാഗാന്ധി. ഏറ്റവും കൂടുതൽ കാലം INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തിയാണ് സോണിയാഗാന്ധി. അടുത്ത ചോദ്യം: ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി ആരാണ്? ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, ഭഗത് സിംഗ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തിയാണ് ഭഗത് സിംഗ്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? എല്ലാവരും ഉത്തരം ഗസ് ചെയ്യൂ. ഉത്തരം വരുന്നത് ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം വരുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ദാദാഭായ് നവറോജി. എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും ഓർത്തു വെക്കുക കേട്ടോ. നോട്ട് എഴുതി പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഏതാണ്? ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഏതാണ്? ഉത്തരം വരുന്നത് ഹൈറോഗ്ലിഫിക്സ്. ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്നത്. അടുത്ത ചോദ്യം: കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? ഉത്തരം ഇതാണ്: 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്നാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരാണ്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് ഉത്തരം? ഉത്തരം വരുന്നത് ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ ആണല്ലോ. അടുത്തത്: ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർ പഠിച്ചു വെക്കുക കേട്ടോ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം: സുഭാഷ് ചന്ദ്രബോസിനെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസിനെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. ഓക്കെ. അടുത്തത്: കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഉത്തരം ഇതാണ്: മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി
മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ. നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന രചിച്ചിരിക്കുന്നത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം നോക്കൂ, കേരളമാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏതാണ്? കേരളത്തിലാണ് ആദ്യമായിട്ട് ലോട്ടറി തുടങ്ങുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം വരുന്നത് ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. മറന്നുപോകാതെ പഠിച്ചു വെക്കുക കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഓക്കെ, ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ആരാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്? ആരാണ്? ബാലഗംഗാധര തിലകാണ് ലോകമാന്യ എന്ന് അറിയപ്പെടുന്നത്. സെപ്റ്റംബർ 16 പ്രാധാന്യം എന്താണ്? സെപ്റ്റംബർ 16 പ്രാധാന്യം എന്താണ്? ഉത്തരം ഓസോൺ ദിനം. ഓക്കെ, സെപ്റ്റംബർ 16 പ്രാധാന്യം എന്നത് ഓസോൺ ദിനമാണ്. അപ്പോൾ മറന്നു പോകരുത്, ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. ഓക്കെ, അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. ഇത് സ്ഥാപിച്ച പ്രശസ്തനായ കവിയാര്? ചോദ്യം നോക്കൂ, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. ഇത് സ്ഥാപിച്ച പ്രശസ്തനായ കവി ആരാണ്? ഉത്തരം വരുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? ഏത് പ്രശസ്തനായ കവിയാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്? വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ ആണേ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മെട്രോ റെയിൽ വികസനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇന്ത്യയിൽ മെട്രോ റെയിൽ വികസനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഇ ശ്രീധരൻ. ഇന്ത്യയിൽ മെട്രോ റെയിൽ വികസനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇ ശ്രീധരൻ. അടുത്ത ചോദ്യം, ഇരവികുളം നാഷണൽ പാർക്കിൽ കണ്ടുവരുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട വന്യജീവി ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്കിൽ കണ്ടുവരുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട വന്യജീവി ഏതാണ്? ഉത്തരം വരയാടാണ് കേട്ടോ. ഇരവികുളം നാഷണൽ പാർക്കിൽ കണ്ടുവരുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട വന്യജീവി വരയാട്. അപ്പോൾ ഫ്രണ്ട്സ്, സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്കൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. നോക്കിക്കോളൂ, ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം എല്ലാവരും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അറിയാത്തവർ ഉത്തരം പഠിച്ചിരിക്കണം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.